എം ലിജുവിനെങ്കിലും നട്ടലുണ്ടായല്ലോ. വി ഡി സതീശന് വേണ്ടി മൗദൂദികൾ സൃഷ്ടിക്കുന്ന ആ കപട ജനവികാരം എന്നുള്ള നിലയ്ക്ക് അവരുടെ മെഷീനറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരുവിൽ ചില ഡീലുകൾ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന കോപ്രായങ്ങൾക്കെതിരെ ശക്തിയുക്തം 4 വാക്കുകൾ പറയാനുള്ള തണ്ടല്ലുറപ്പ് ലിജുവെങ്കിലും കാണിച്ചല്ലോ. കോൺഗ്രസിനകത്ത് മാനാഭിമാനമുള്ള, സ്വന്തം നിലയ്ക്ക് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ശേഷിയുണ്ട്, അവകാശമുണ്ട്, അതിൽ കയറി ഒരുത്തനും അഭിപ്രായം പറയണ്ട എന്നുള്ള നിലയ്ക്ക് ഇത്രയെങ്കിലും പറയാൻ മുതിർന്നതിൽ അഭിനന്ദിക്കാതെ തരമില്ല. കാര്യം ഇവരുടെ തെറിവിളികളും ഇവരുടെ താക്കീതും അടുത്ത തവണ തോപ്പിച്ച് വീട്ടിലിരുത്തുമെന്നുള്ള ഭീഷണിപ്പെടുത്തലുകളെ അവഗണിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കർണാടകയിൽ വരെ കോൺഗ്രസ് എടുത്ത തീരുമാനങ്ങളിൽ വിയോജിച്ചു പോയവരെയൊക്കെ ഒറ്റയടിക്ക് തള്ളിപ്പറഞ്ഞ ആ വാക്കുകളിൽ ഒരു ഹീറോയിസം ഉണ്ട്, ഒരു നിലപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. ഇത് കഴിഞ്ഞും ഇതിനു മുമ്പും കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇതിനു ശേഷവും കോൺഗ്രസ് ഉണ്ട്. അതുകൊണ്ട് ആരാധക വൃന്ദം ശാന്തരാകൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പം ഒരു പൊടി കടങ്ങണം, ഇതിനെല്ലാം ഒരു പൊടി കടങ്ങണം. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് അവരാരും തന്നെ കോൺഗ്രസ് പാർട്ടിയിലില്ലെങ്കിലും ഞങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ കാണും. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാർ, മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധ്യ പോയി, കാശ്മീരിലെ മുടിചൂട മന്നനായിരുന്ന ഗുലാം നബി ആസാദ് പോയി, മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകൾ, PCC അധ്യക്ഷന്മാരായിരുന്നവരൊക്കെ പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ള ഇപ്പോഴും ഈ ത്രിവർണ്ണ പതാക അതിശക്തമായി നിലനിന്നതിന്റെ കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ആശയത്തോടുള്ള പ്രതിബദ്ധതയാണ്. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ആര് മുഖ്യമന്ത്രിയാണെങ്കിലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിലുള്ള വിശ്വാസം, ത്രിവർണ്ണ പതാകയിലുള്ള വിശ്വാസം, ദേശീയ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 10 കോൺഗ്രസ് നേതാക്കന്മാർ ഇറങ്ങി നിന്ന് തണ്ടല്ലുറപ്പോടുകൂടി ഇതുപോലെ 10 വാചകം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പ്രത്യേക ജനവികാരം. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ, ഞങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യാജ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഞങ്ങൾ പറഞ്ഞാൽ തെരുവിലിറങ്ങുന്ന ഒരു സംഘം സംഘടിത അടിമകൾ, ഇതാണ് ജമാഅത്ത് ഇസ്ലാമി പൊതുവെ ജനവികാരമുണ്ടെന്ന് തോന്നിക്കാൻ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ജനവികാരം കൃത്രിമമാണെന്നും ഞങ്ങൾ ഈ നാട്ടിൽ ഒരു കാര്യം വിചാരിച്ചാൽ നടപ്പാക്കി എടുക്കുമെന്നുള്ള ഒരുതരം അഹങ്കാരം ഇവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും ഞങ്ങൾ പറയുന്നതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്ന രീതിയിൽ അവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിഷേധ നാടകങ്ങളും ജനവികാര നാടകങ്ങളും നടത്തി വരുമ്പോൾ ലിജു എങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ അഭിമാനം കപ്പൽ കയറുന്ന അവസ്ഥയിലെത്തിയല്ലേ. എന്തായാലും ഒരാളെങ്കിലും തോക്കുന്നെങ്കിൽ തോക്കട്ടെ, അല്ലെങ്കിൽ ആ തെറിവിളിയോ ഭീഷണിയോ അവർ നടത്തുന്നെങ്കിൽ നടത്തട്ടെ. ഇനി MLA സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഒന്നടങ്ങ്, ഒരു പൊടിക്കടങ്ങ് എന്ന രീതിയിൽ മൗദൂദി ജനവികാരത്തോട് ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായത് കോൺഗ്രസിനകത്ത് ഒരു മുഖത്തിനെങ്കിലും കുറച്ച് ആർജവമുണ്ടെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടു. അല്ലാതെ ഈ സിസ്റ്റത്തെ മുഴുവൻ നയിക്കുന്നത് മൗദൂദി വികാരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവർ പറയുന്ന കാര്യങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്നതും മാത്രമേ നടപ്പാകൂ എന്നൊരു പൊതു ചിന്തയോ പൊതു തോന്നലോ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന ഒരു വികാരം വേറെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ലിജു ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ ഭൂരിപക്ഷമുള്ള മനുഷ്യർക്ക് ഈ ഒരു പ്രതികരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ജമാഅത്ത് ഇസ്ലാമി വികാരമല്ല ജനവികാരം, അല്ലെങ്കിൽ മൗദൂദികൾ കാട്ടുന്ന സോഷ്യൽ മീഡിയ വികാരമല്ല പൊതുവികാരം. ഒരു പാർട്ടി സംവിധാനത്തിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കാര്യത്തിലും തീരുമാനമെടുക്കുന്നത്. ആ ഭൂരിപക്ഷം ആ പാർട്ടിക്കുള്ളിൽ ആർക്കുണ്ടോ അവർ വരിക എന്നുള്ളത് ചിട്ടാവട്ടമാണ്. ആ ചിട്ടാവട്ടത്തെ പുറത്തുള്ള ഞങ്ങളുടെ ചില സംവിധാനങ്ങൾ വെച്ച് അട്ടിമറിക്കാൻ ശേഷിയുണ്ട് എന്നവർ കാണിക്കുകയും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുമ്പോൾ വഴങ്ങിക്കൊടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം. അത് കോൺഗ്രസിന്റെ അസ്തിത്വത്തിന്റെ കൂടി പ്രശ്നമാണ്. അത് ലിജുവിന്റെ വാക്കുകളിലൂടെയെങ്കിലും കുറച്ച് അസ്തിത്വമുണ്ട് എന്നൊരു തോന്നൽ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് റിയാലിറ്റി.